നമസ്കാരം. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ജീവിതവും ഇത് സ്വപ്നം കണ്ടാണ് വിദേശത്തേക്ക് പല കുട്ടികളും എത്തുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ മാതാപിതാക്കൾ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും അല്ലെങ്കിൽ പോലും അവരുടെ ഭാവി ആലോചിച്ച് പറഞ്ഞയക്കുന്നതും. അങ്ങനെ ഒരുപാട് ജീവിതം സ്വപ്നം കണ്ട് പലരും കാനഡയിലേക്കും കുടിയേറ്റവരുണ്ട്. കൂടുതലും ഇന്ത്യക്കാർ പോയിരിക്കുന്നത് കാനഡയിലാക്കാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാനഡയിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികൾക്ക് തന്നെ കാനഡ പുതുവർഷത്തിൽ 6 മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. അടുത്തിടെ SDS വിസ പ്രോഗ്രാം കാനഡ നിർത്തലാക്കിയിരുന്നു. എന്നാൽ ഇതിനുശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ കാനഡ ഇപ്പോഴും ഉപരിപഠനത്തിനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനു പകരം കാനഡ കൊണ്ടുവന്നിരിക്കുന്നത് റെഗുലർ സ്റ്റഡി പെർമിറ്റ് ആണ്. ഇതിനിടയിൽ കാനഡ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പുതിയ PGWP യോഗ്യതാ മാനദണ്ഡം, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്തുള്ള ജോലി സമയ നിയന്ത്രണങ്ങൾ, PGWP ആപ്ലിക്കേഷനുകളും ഫ്ലാഗ് പോളിംഗും ഒക്കെ തന്നെയും അവസാനം സ്റ്റുഡന്റ് ഡയറക്ടറേറ്റ് സ്ട്രീം അതായത് SDS, സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റുകളിൽ പോലുള്ള മാറ്റങ്ങൾ, പോർട്ട് ഓഫ് എൻട്രിയിൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്കുള്ള പുതിയ നിയമങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെയാണ് കാനഡ പുതിയ രീതിയിൽ തന്നെ നിർദ്ദേശവുമായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുതിയ PGWP യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണ് എന്ന് നോക്കേണ്ട കാര്യങ്ങളാണ്. 2024 നവംബർ 1 മുതൽ ബിരുദാനന്ദ വർക്ക് പെർമിറ്റ് അതായത് PGWP അപേക്ഷിക്കുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് പുതുക്കിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ തന്നെ പാലിക്കേണ്ടതുണ്ട്. ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷ സമർപ്പിക്കപ്പെട്ട സമയത്തെ പഠനത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്തുള്ള ജോലി സമയ നിയന്ത്രണങ്ങളിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 2024 നവംബറിൽ പ്രാബല്യത്തിൽ വന്ന നിയമങ്ങൾ അനുസരിച്ച് ക്ലാസുകൾ നടക്കുമ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ക്യാമ്പസിന് പുറത്ത് എത്ര മണിക്കൂർ ജോലി ചെയ്യാമെന്നതിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആഴ്ചയിൽ പരമാവധി 24 മണിക്കൂർ ജോലി ചെയ്യാം. നേരത്തെ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക. ഈ മാറ്റം തന്നെ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമാണ്. കാനഡയും അമേരിക്കയും തമ്മിൽ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ കാനഡ അതിർത്തി സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ഇതേ തുടർന്ന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അതിർത്തിയിൽ ബിരുദാനന്ദ വർക്ക് പെർമിറ്റ് അതായത് PGWP അപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന വലിയൊരു തിരിച്ചടിയാണ് അതിർത്തികളിൽ വിദേശ പൗരന്മാർക്ക് ലഭ്യമാക്കിയിരിക്കുന്നതും. ബിരുദാനന്ദ വർക്ക് പെർമിറ്റ് ആണ് കാനഡ അവസാനിപ്പിച്ചിരിക്കുന്നതും. കാനഡയിലെ താൽക്കാലിക താമസക്കാർ ജോലിക്കോ പഠനത്തിന് അതിനുമൊക്കെ തന്നെ പോയാൽ ഓൺലൈനായി അപേക്ഷിക്കുന്നതിൽ കാലതാമസം മറികടക്കാനാണ് ഈ സൗകര്യം ഉപയോഗിച്ചിരിക്കുന്നത്. ബിരുദാനന്തര പഠനം പൂർത്തിയാക്കുന്നവരെ വേഗത്തിൽ വർക്ക് പെർമിറ്റ് നേടാൻ സഹായിക്കുന്ന രീതിയിലായിരുന്നു ഫ്ലാഗ് പോളിംഗ് സംവിധാനവും. കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനമാകുന്ന വിസയാണ് കാനഡ സർക്കാർ റദ്ദാക്കിയത്. ഇന്ത്യയിലടക്കം 14 വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി തന്നെ നടപ്പിലാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്ടറേറ്റ് സ്ട്രീം വിസ പ്രോഗ്രാമാണ് കാനഡ നിർത്തിലാക്കിയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും ന്യായവുമായ പ്രവേശനം നൽകുക എന്നത് മുൻനിർത്തിയാണ് SDS നിർത്തലാക്കിയിരിക്കുന്നതെന്ന് കാനഡ അറിയിച്ചിരുന്നു. സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റുകളിൽ കാനഡ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്രിതർക്കുള്ള വിസ നയങ്ങൾ അടുത്തിടെ കാനഡ മാറ്റം കൊണ്ടുവന്നിരുന്നു. ഗവേഷണ അധിഷ്ഠിത ബിരുദാനന്ദ ബിരുദ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവരുടെ പങ്കാളിയെയും കുട്ടികളെയും കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്.